നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ഇളമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് RSS പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. ശനിയാഴ്ച വൈകിട്ട് CPM ഇളമ്പലിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കനത്ത നാശനഷ്ടം. സ്കൂളിലെ കൃഷിയും കുടിവെള്ള പൈപ്പുകളും കഴിഞ്ഞ രാത്രി നശിപ്പിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമാകെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയ്ക്ക് കടുത്ത അനാസ്ഥ. വ്യാപാരികൾ പ്രതിഷേധത്തിൽ. ഇളമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് RSS പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. ശനിയാഴ്ച വൈകിട്ട് CPM ഇളമ്പലിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഏരിയ സെക്രട്ടറി B. അജയകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായിട്ടും സംയമനം പാലിക്കുന്ന സമാധാനപരമായ നിലപാടാണ് CPM സ്വീകരിച്ചതെന്ന് B. അജയകുമാർ പറഞ്ഞു. അതാണ് CPMന്റെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നലെ ഇവിടെ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ അക്രമ സംഭവം, അതിനെ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ 2 പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. യാതൊരു സംഭവവുമില്ല, യാതൊരു കാരണവുമില്ല. അതിന് പ്രകടനം നടന്നുകൊണ്ട് വരുന്ന സമയത്ത് ബൈക്ക് യാത്ര ചെയ്ത് വരികയായിരുന്ന ഇവരെയാണ് നിരപരാധികളായിട്ടുള്ള ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ ഈ സംഭവം വൈകിട്ടാണ് ഉണ്ടാകുന്നത്. ഉണ്ടായതിനു ശേഷം അത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു 6 മണി 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായി. ഇവിടെ വന്ന് വിജയനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാരോട് എല്ലാം സംസാരിക്കുകയും ഇവിടെ ഇഷ്ടംപോലെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. പോലീസ് ഓഫീസർമാരുടെ എല്ലാം കാര്യങ്ങളും വിവരങ്ങളും എല്ലാം അന്വേഷിച്ച് ഇക്കാര്യത്തിൽ ഒരു മാന്യമായ തീരുമാനം CPMന്റെ പാർട്ടി കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ വിജയം പറഞ്ഞത്. ഇന്നലെ ആ സംഘം അതുപോലെ ഉള്ള ഒരു പാർട്ടിയാണ്, അതുപോലെ അവർ പ്രതികരിക്കുന്ന പോലാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വലിയ പാടില്ല. അതൊരു പ്രശ്നം ഉണ്ടാക്കാനും നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനൊന്നും പാടില്ല. ഇതൊക്കെ ഉണ്ടാകാതെ പക്വതയായ ഒരു നേതൃത്വത്തിന്റെ സമീപനം എടുക്കാൻ CPMന് കഴിയും. അതാണ് ഇന്ന് ഞങ്ങൾ തെളിയിച്ചത്. ഇവിടെ സംഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ നിരവധി ആളുകൾ കൂടി, നിരവധി പ്രവർത്തകർ കൂടി. എന്താണെന്ന് സംഭവം അറിയത്തില്ല. ഞങ്ങൾ വരുമ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ CPMന്റെ ആളുകൾ പാർട്ടി ഓഫീസിൽ തനിക്ക് കൂടിയിരുന്നു. അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും പാർട്ടിയുടെ അതിശക്തമായ തീരുമാനം പറയും യാതൊരു സംഭവവും, യാതൊരു അക്രമ സംഭവവും നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ലേ തീരുമാനിച്ചത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ തീരുമാനിച്ച് പോകാൻ പറ്റുമെന്ന് എന്നാൽ പോലും എല്ലാവരും അനുസരിക്കായിരുന്നു. അതാണ് CPMന്റെ നിലപാട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. വിജയൻ സ്വാഗതം പറഞ്ഞു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും നടന്നു. പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശശികുട്ടൻ, റോയ് മാത്യു, ജിനേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കനത്ത നാശനഷ്ടം. സ്കൂളിലെ കൃഷിയും കുടിവെള്ള പൈപ്പുകളും കഴിഞ്ഞ രാത്രി നശിപ്പിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ കൃഷി, കുടിവെള്ള പൈപ്പുകൾ, നോട്ടീസ് ബോർഡ്, പോലീസ് കംപ്ലയിന്റ് ബോക്സ് മുതലായവ നശിപ്പിക്കപ്പെട്ടു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി നട്ടുവളർത്തിയിരുന്ന 100 മൂട് മരച്ചീനി, വിവിധ ഇനം വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ പൂർണ്ണമായും നശിപ്പിച്ചു. മരച്ചീനി, വാഴ, വെണ്ട തുടങ്ങിയ ഉച്ചഭക്ഷണത്തിനായുള്ള കൃഷിയായിരുന്നു. കൃഷിയിടത്തിനു ചുറ്റും സ്ഥാപിച്ചിരുന്ന വേലിയും തകർക്കപ്പെട്ടു. കുടിവെള്ളത്തിനും കുട്ടികൾക്ക് കൈകഴുകുന്നതിനുമായി സ്ഥാപിച്ചിരുന്ന 20ഓളം പൈപ്പുകളാണ് തകർക്കപ്പെട്ടത്. പാചകശാലയ്ക്കും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടെങ്കിലും ഇതുപോലൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് 2 ദിവസം സ്കൂളിൽ അവധിയായതിനാൽ ഇവിടെ നമ്മൾ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ പൈപ്പും നമ്മുടെ അവിടുത്തെ പോലീസ് നോട്ടീസ് ബോർഡും ഇതെല്ലാം ബാത്റൂമിന്റെ ഭാഗത്ത് കിടക്കുന്നത്. അതുപോലെ പൈപ്പുകളാണെങ്കിൽ എല്ലാം വെച്ച് ഇപ്പം ബാത്റൂമിലോട്ട് പോകുന്ന കണക്ഷൻ പ്രവർത്തിക്കാൻ നോക്കുന്നില്ല. വലിയ ഒരുപാട് നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സ്കൂൾ സ്റ്റാഫ് കൌൺസിലും PTA-യും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സാമൂഹ്യങ്ങളുടെ ഇടപെടലുകൾ ഈ സ്കൂളിലെ പൈപ്പ് നശിപ്പിക്കുക, അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സിനകത്ത് മാലിന്യങ്ങളൊക്കെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പല ആശ്വാസകരമായിട്ട് പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 വർഷമായിട്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ആഹാരം പാചകത്തിന് ആവശ്യമായ കാർഷിക വിഭവങ്ങൾ കുട്ടികൾ തന്നെ ഒരു ഭാഗം സ്വന്തമായി കൃഷി ചെയ്ത് സ്കൂളിലേക്ക് സംഭാവന കൊണ്ടിരിക്കുകയായിരുന്നു. ഇടമൺ കൃഷിഭവന്റെ നേതൃത്വത്തിൽ
2 വർഷമായിട്ട്, ഈ വർഷം ഇപ്പം കഴിഞ്ഞ ദിവസവും കൃഷി പിന്നെ പുതിയ പച്ചക്കറി കൃഷിയുടെ ഒരു പുതിയ പ്ലോട്ട് ഞങ്ങൾ തയ്യാറാക്കി കൃഷി ആരംഭിച്ചതാണ്. പക്ഷെ വളരെ വിഷമമുണ്ട്. കാര്യം ഇത് പല ഭാഗത്തുനിന്നും കുട്ടികൾ തന്നെ പിന്നെ തടവെടുത്ത് വളം ഇട്ട് വെള്ളം ഒഴിച്ച് പരിപാലിച്ച് വെക്കേഷനും അതവിടെ പരിപാലിച്ചാണ് നടത്തിക്കൊണ്ട് വന്നത്. ഇത് ബോധപൂർവമായ ഒരു ആക്രമണമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കഴിഞ്ഞ 1-2 ദിവസം 2-3 കുട്ടികളെ ഇവിടുന്ന് ചില ദുശീലങ്ങളുടെ പുറത്താക്കിയായിരുന്നു. ആ കുട്ടികളുടെ പങ്കും ഇതിനകത്തുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കാര്യം സ്കൂളിലെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. ആ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ആ വിദ്യാർത്ഥികൾ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു ദൃഢമായ സംശയം നിലനിൽക്കുന്നുണ്ട്. അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് ഇന്ന് പ്രിൻസിപ്പാളിന്റെ ചാർജുള്ള അധ്യാപനത്തിൽ എനിക്ക് പറയാം. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ പിടിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇവരുടെ കള്ളത്തരം കൊണ്ടുവരുന്നതിന് ശ്രമിക്കണമെന്നും ആണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തെന്മല പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വാർഡ് മെമ്പർ താഹിറ ഷെരീഫ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം തുടങ്ങിയവരും നാട്ടുകാരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പേപ്പർ മിൽ തുറക്കുന്നതിന് മാനേജ്മെന്റും സർക്കാരും വിവിധ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് തയ്യാറാകണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ. മിൽ തുറക്കുക എന്ന സ്വപ്നം ചെറിയ വിഷയങ്ങളിൽ തട്ടി ഇല്ലാതാകരുതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അടഞ്ഞ് കിടക്കുന്ന പേപ്പർ മിൽ തുറക്കുന്നതിന് മാനേജ്മെന്റും സർക്കാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും തയ്യാറാകണമെന്നാണ് DKTF ആവശ്യപ്പെടുന്നത്. തദ്ദേശവാസികളായ പേപ്പർ മില്ലിന്റെ സംരംഭകരും രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയന്റെയും നേതാക്കന്മാരും ചേർന്ന് യോജിച്ചെടുത്ത തീരുമാനം ചെറിയ വിഷയങ്ങളിൽ തട്ടി മില്ല് തുറക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഓണത്തിന് മുമ്പ് നമ്മുടെ ഈ പേപ്പർ മില്ല് തുറന്ന് പ്രവർത്തിക്കുമെന്നായിരുന്നു ജനങ്ങൾക്ക് തന്ന വാഗ്ദാനം. പക്ഷെ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കുക മാത്രമല്ല, ഇതിപ്പോ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകുന്നതായിട്ടാണ് ഇപ്പൊ കാണാൻ കഴിയും. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം ആവുന്നതിനോടൊപ്പം തന്നെ പുനലൂരിന്റെ സമഗ്ര വികസനത്തിന് വഴിവെക്കാൻ പേപ്പർ മിൽ തുറക്കുന്നതോടുകൂടി സാധിക്കും. മിൽ തുറക്കുന്നതിന് സർക്കാർ മാനേജ്മെന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും സഹായകരമായ സമീപനം സ്വീകരിക്കണം. DKTF പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മണിയാർ ബാബു, ജനറൽ സെക്രട്ടറി D പ്രിൻസ് എന്നിവരാണ് പ്രസ്താവന നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ശരിയായ ശീലങ്ങളാണ് ആദ്യത്തെ വിദ്യാഭ്യാസ പാഠങ്ങളെന്ന് MLA മുല്ലക്കര രത്നാകരൻ. 90% ചെറുപ്പക്കാരായ മാതാപിതാക്കൾക്കും കുട്ടികളെ നന്നായി വളർത്താൻ അറിയില്ലെന്നും MLA കുറ്റപ്പെടുത്തി. ചിതറ ഗവൺമെന്റ് LPSൽ തുടങ്ങിയ പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഹാരം കഴിക്കുന്നതാണ് ആദ്യത്തെ വിദ്യാഭ്യാസം, വാ കഴുകുന്നതാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസം, പല്ല് തേക്കുന്നതാണ് മൂന്നാമത്തെ വിദ്യാഭ്യാസം, ഇരിക്കാൻ പഠിക്കുന്നതാണ്, എണീക്കാൻ പഠിക്കുന്നതാണ്, നടക്കാൻ പഠിക്കുന്നതാണ്, മിണ്ടാൻ പഠിക്കുന്നതാണ്, തല കുനിക്കാൻ പഠിക്കുന്നതാണ്. ഇതൊക്കെ വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. നമ്മുടെ തെറ്റായ ഒരു ധാരണ, രാവിലെ കൊച്ചുങ്ങൾ കൈയൊക്കെ കഴുതി കെട്ടി വണ്ടി കയറ്റി സ്കൂളിൽ അയച്ചാൽ പിന്നെ കയ്യിൽ 4 ബിസ്ക്കറ്റിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം നിലക്കി കൊടുത്താൽ അച്ഛനമ്മയുടെ ഉത്തരവാദിത്വം തീർന്നതാണ്. സത്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ അച്ഛനമ്മയൊന്നും കുറ്റം പറയുക. 95% നമ്മുടെ ചെറുപ്പക്കാരായ അച്ഛനും അമ്മയ്ക്കും കൊച്ചുങ്ങളെ വളർത്താനുള്ളതെന്ന് പറയുന്നത് ഒരു പരമസത്യമാണ്. വളർത്തി വഷളാക്കി. എല്ലാ മതരാഷ്ട്രീയ സംഘടനകളും മാതാപിതാക്കൾക്ക് കുട്ടികളെ വളർത്താനുള്ള പരിശീലനം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം GG ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെയാണ് ചിതറ LPSൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് A ഹംസ സ്വാഗതം പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് MH നബീസത്ത് BV റിപ്പോർട്ട് അവതരിപ്പിച്ചു. GG ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി N രാജേന്ദ്രൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം പൻസർ, ഗവൺമെന്റ് HSS പ്രിൻസിപ്പൽ KG അനിൽകുമാർ, കൃഷി ഓഫീസർ N ഭാസ്കരപിള്ള, TB വിശാലാക്ഷി അമ്മ, NA ഷമീന, CP ജസിൻ, K ഷിനു, സ്റ്റാഫ് സെക്രട്ടറി RS റീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തുടയന്നൂർ ഓയിൽ പാം ജംഗ്ഷനിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് യുവജന സമാജം ഗ്രന്ഥശാലയുടെയും വായനശാലയുടെയും വാർഷികം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സാംസ്കാരിക വികാസത്തിൽ ഗ്രന്ഥശാലകൾക്കുള്ള പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഗ്രന്ഥശാലകളും വായനശാലകളും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് MP പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം. ഞാനൊരു നാവായിക്കുളത്ത് എടമണ്ണല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഗ്രാമസേവാ സംഘം എന്ന ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് സത്യത്തിൽ
പൊതുവേദികളിൽ സംസാരിക്കാനും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ തന്നെ അവസരമുണ്ടായിരുന്നു. അത് ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള വളർച്ച, ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള അനുഭവം, ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു നേട്ടം വാക്കുകളിലൂടെ വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അന്ന് പഞ്ചായത്തുകളിൽ, സ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ പോലും നിരവധിയായ ഗ്രന്ഥശാലാ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. നന്മയുടെയും സംസ്കാരത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ആശയ സംവാദത്തിന്റെയും കേന്ദ്രങ്ങളായി കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളുടെ സജീവ ചൈതന്യമായി നിലനിന്ന ഗ്രന്ഥശാലാ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ ജനകീയ മുന്നേറ്റത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളൊക്കെ സ്കൂളുകളിൽ, ക്ലാസ്സുകളിൽ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന് TV സീരിയലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ചർച്ചയെങ്കിൽ, അന്ന് സ്കൂൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വായനശാലയിൽ ആദ്യം വരുന്ന അല്ലെങ്കിൽ വായനശാലയിൽ വരുന്ന പുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട, പ്രകാശനം ചെയ്യപ്പെട്ട നോവൽ ആർക്ക് വായിക്കാൻ ആ പുസ്തകം കിട്ടി, ആ വായിക്കുന്നയാളാണ് പിറ്റേ ദിവസം മിടുക്കനായി ക്ലാസ്സിൽ വന്ന് ആ നോവലിന്റെ കഥയെ സംബന്ധിച്ചും കഥാതന്തുവിനെ സംബന്ധിച്ചും കഥാപാത്രത്തെ സംബന്ധിച്ചും അതിന്റെ സാഹിത്യ വശങ്ങളെ സംബന്ധിച്ചുമൊക്കെ ക്ലാസ് മുറിയിൽ വർത്തമാനം പറയുന്നതും ആവേശത്തോടുകൂടി മിടുക്ക് കാണിക്കുന്നത്. MP ഫണ്ടിൽ നിന്ന് കെട്ടിടം നിർമ്മിക്കാൻ സഹായം നൽകുമെന്ന് MP വ്യക്തമാക്കി. വാർഷികത്തോടനുബന്ധിച്ച് വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രസിഡന്റ് RS ബിനു ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി R രമേശ് സ്വാഗതം പറഞ്ഞു. ഗ്രന്ഥശാലയുടെ വഴികാട്ടിയായിരുന്ന രാജു മാഷിനെ നിർവാഹക സമിതി അംഗം G രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ MLA മുല്ലക്കര രത്നാകരൻ, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുണാദേവി എന്നിവർ വിതരണം ചെയ്തു. പ്രശസ്ത നാടക പ്രവർത്തകൻ കണ്ണൂർ വാസൂട്ടിയെ MP ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി B ശിവദാസൻ പിള്ള, പ്രസിഡന്റ് JC അനിൽ, ജോബി കാട്ടാമ്പള്ളി, CG ജയപ്രകാശ്, സംഘാടക സമിതി കൺവീനർ O അജിതകുമാരി, R രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമാകെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയുടെ കടുത്ത അനാസ്ഥ. വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. നാടെങ്ങും ഗാന്ധി ജയന്തി സേവനവാരമായി ആചരിക്കുമ്പോഴാണ് ശ്രീരാമപുരം മാർക്കറ്റിനെ തിരിഞ്ഞു നോക്കാതെ നഗരസഭയുടെ കൃത്യവിലോപം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചപ്പോൾ മാർക്കറ്റിൽ കുന്നുകൂടിയ ഈ മാലിന്യം നഗരസഭയും കണ്ടില്ല. ഒരു മാസത്തോളമായി മാലിന്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മൂക്കുപൊത്തിയല്ലാതെ ആർക്കും മാർക്കറ്റിനുള്ളിൽ കടന്നുവരാൻ കഴിയില്ല. പേപ്പർ മില്ലിന്റെയും ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറിയുടെയും പ്രതാപകാലത്ത് പുനലൂർ മാർക്കറ്റ് നഗരത്തിലെ വ്യാപാരത്തിൽ ശക്തമായ പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ശ്രീരാമപുരം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ഈ പരിസര പ്രദേശം, ഈ റോഡിന്റെ ഇരു സൈഡിലൊക്കെ കണ്ടമാനം ആളുകൾ മീൻ കൊണ്ടുവച്ച് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതിന്റെ പേരിൽ, അതുപോലെ വേസ്റ്റുകൾ കണ്ടമാനം ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ കൊണ്ടിടുക, അതിന്റെ ഒരു ദുർഗന്ധം കാരണമാണ് ആളുകളൊന്നും വരാതിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഈ ശോചനീയാവസ്ഥ കണ്ടാൽ ഈ നമ്മൾ ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നവർ. അപ്പോൾ നമ്മളിത് പട്ടിണി കിടക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ മാർക്കറ്റിൽ ആളിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഈ മീൻ വ്യാപാരമൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മുനിസിപ്പൽ അധികൃതർ ഇതിനെ പറ്റിയൊന്നും അവർ ശ്രദ്ധിക്കുന്നുമില്ല. എല്ലാ വേസ്റ്റുകളും ചന്ത കയറാൻ വയ്യ. മാർക്കറ്റിന് പുറത്ത് മത്സ്യമാംസ വിപണനം തകൃതിയായി നടക്കുന്നതും മാർക്കറ്റിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി വ്യാപാരികൾ പരാതി പറയുന്നു. ഒരു മാസമായിട്ട് മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യം ഏറെ വരുന്നത് പുറത്തുനിന്നാണ്. ഈ മാലിന്യങ്ങൾ രാവിലെ സ്കൂട്ടറിലും പെട്ടിയാട്ടോയിലും വെളിയിലുള്ള വഴിവാണികക്കാരുമാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത്. നഗരസഭ 3 മാസമായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നില്ല. നിരവധി പരാതികൾ നമ്മൾ കൊടുത്തതാണ്. ഗാന്ധി ജയന്തിയുടെ ആഘോഷിക്കുന്നത് തന്നെ ക്ലീൻ ഇന്ത്യ എന്ന സബ്ജക്റ്റോടുകൂടി കേരളത്തിൽ വൻപിച്ച പ്രോഗ്രാമാണ് ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. പുനലൂർ നഗരസഭ ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പരിപാടി പോലും നടപ്പാക്കിയിട്ടില്ല. ഗവൺമെൻറ് ഓരോ വാർഡിലേക്കും ഇന്ന് ക്ലീനിങ് നടത്തുന്നതിന് 3000 രൂപ വെച്ച് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പത്രത്തിലുമൊക്കെ ഇതിനെപ്പറ്റി പരസ്യമുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ ഇതിന് ക്ലീൻ ചെയ്യുന്നതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വ്യാപാരികളുടെ ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകുമെന്ന് അറിയിക്കുന്നു. മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല എന്നത് പതിവ് പരാതിയാണ്. പക്ഷേ രാജ്യമെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സേവനവാര കാലത്തും അത് നടക്കാത്തത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വ്യത്യസ്തമായ ശുചീകരണ പരിപാടിയുമായി പുനലൂർ ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവകയിലെ യുവജന പ്രസ്ഥാനം പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോളേജ് ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രം ഇവർ മനോഹരമാക്കി.
ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാത്തിരിപ്പ് കേന്ദ്രം മനോഹരമാക്കുന്നത്. ഗാന്ധിജിയുടെ ചിത്രം പതിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഗാന്ധി തത്വങ്ങളും അവയെ അധികരിച്ചുള്ള വാചകങ്ങളും എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇടവക യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഫാദർ ഷാലു ലൂക്കോസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി സുബിൻ ബേബി, ട്രഷറർ ജോസ് ബാബു, ജോബ്ജി കുര്യൻ, ജോമോൻ ബാബു, അജുൻ, സുബിൻ തോമസ് എന്നിവർ ചേർന്നാണ് കാത്തിരിപ്പ് കേന്ദ്രം മനോഹരമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഇക്കോ ടൂറിസത്തിന്റെ മുടങ്ങിയ ബോട്ട് സവാരി പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. കൊച്ചിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ഫൈബർ ബോട്ട് റിസർവോയറിലെത്തിച്ചു. പതിനാല് ടയറുള്ള ലോറിയിലാണ് ബോട്ട് തെന്മലയിലേക്ക് കൊണ്ടുപോയത്. 24 സീറ്റുകളുള്ള ബോട്ട് പൂർണ്ണമായും ഫൈബറിലാണ് തീർത്തിരിക്കുന്നത്. PV ചെന്തുരുണി എന്നാണ് പേര്. അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ് ഈ ബോട്ട്. ലോറിയിൽ പുനലൂർ നഗരം കടന്ന് തെന്മലയ്ക്ക് പോയ ബോട്ട് കാഴ്ചക്കാർക്ക് കൌതുകമായി. റിസർവോയറിലെത്തിച്ച ബോട്ടിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച നടത്തിയതായി അറിയുന്നു. ബോട്ട് വന്നെങ്കിലും ബോട്ട് യാർഡിന്റെ നിർമ്മാണം നടക്കാത്തതിനാൽ സവാരി എപ്പോൾ ആരംഭിക്കുമെന്നത് സംബന്ധിച്ച് നിശ്ചയമില്ല. ഇത് വൈകാനാണ് സാധ്യതയെന്ന് അറിയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതി ചിതറ ഗവൺമെന്റ് LP-യിൽ തുടങ്ങി. MLA മുല്ലക്കര നാഗരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളങ്കണത്തിൽ പച്ചക്കറി വിത്തുകൾ നട്ടുകൊണ്ടാണ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ തലത്തിൽ തന്നെ കൃഷിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് പകരുകയും നാടിനാവശ്യമായ പച്ചക്കറി സ്വയം ഉത്പാദിപ്പിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ, S. ആനന്ദകുസുമം, കൃഷി ഓഫീസർ C. ഭാസ്കരപിള്ള, തലവരമ്പ് അൻസർ, കൊല്ലായിൽ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സ്ഥലം മാറ്റം ലഭിച്ച സർക്കിൾ ഇൻസ്പെക്ടർ P. വേലായുധൻ നായർക്ക് പത്തനാപുരം പ്രസ് ക്ലബിന്റെ സ്നേഹനിർഭരമായ യാത്രയയപ്പ്. പോലീസുകാർക്കിടയിലെ സാംസ്കാരിക പ്രവർത്തകനാണ് വേലായുധൻ നായരെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിന് ഉപരിയായി പത്തനാപുരത്ത് നിന്ന് ഒരു സാംസ്കാരിക നായകൻ ഒന്ന് ട്രാൻസ്ഫറായി പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മൻ തോമസിന്റെ അധ്യക്ഷതയിൽ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിലായിരുന്നു യോഗം. പ്രസ് ക്ലബ് സെക്രട്ടറി KM നജീബ് യാത്രാമംഗളം ആശംസിച്ചു. വേലായുധൻ നായരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സുബി ചേകം ഉപഹാരം നൽകി. അനന്തു തലവൂർ, സുനിൽ പുന്നല, സാരിഷ് ഇളമണ്ണൂർ, ഹാജി AMR നസീർ, മണികുമാർ പുന്നല എന്നിവർ സന്നിഹിതരായിരുന്നു. പത്തനാപുരം, കുന്നിക്കോട് പോലീസ് സ്റ്റേഷനുകൾ ചേർത്തുകൊണ്ടാണ് പത്തനാപുരത്ത് CI ഓഫീസിന് തുടക്കം കുറിച്ചത്. ഇവിടത്തെ രണ്ടാമത്തെ CI ആയ വേലായുധൻ നായർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരവും ആദരവും പിടിച്ചുപറ്റാനും പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിച്ചുവെന്ന് മാധ്യമപ്രവർത്തകർ വിലയിരുത്തി. പാലോട് സർക്കിളിലേക്കാണ് ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ചേകം പള്ളിവടക്കതിൽ പുത്തൻ വീട്ടിൽ MK ബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പത്തനാപുരം ബഥേൽ ഗോസ്പൽ അസംബ്ലി സെമിത്തേരിയിൽ നടക്കും. അന്നമ്മയാണ് ഭാര്യ. ഷീബ, ഷീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇളമ്പലിൽ DYFI പ്രവർത്തകർക്ക് RSS പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. ശനിയാഴ്ച വൈകിട്ട് CPM ഇളമ്പലിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കനത്ത നാശനഷ്ടം. സ്കൂളിലെ കൃഷിയും കുടിവെള്ള പൈപ്പുകളും കഴിഞ്ഞ രാത്രി നശിപ്പിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമാകെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയ്ക്ക് കടുത്ത അനാസ്ഥ. വ്യാപാരികൾ പ്രതിഷേധത്തിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.